ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് പഠിക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സ്വരാക്ഷര ചിഹ്നങ്ങൾ. ഏതാ ഇന്ന് പഠിക്കുന്നത്? സ്വരാക്ഷര ചിഹ്നങ്ങൾ. ഓരോ സ്വരാക്ഷരത്തിനും ഓരോ ചിഹ്നങ്ങളുണ്ട്. നമുക്കിന്ന് ആദ്യത്തെ സ്വരാക്ഷരം എടുക്കാം. ആദ്യത്തെ സ്വരാക്ഷരം ഏതാ നമ്മൾ പഠിച്ചത്? കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? ആദ്യം പഠിച്ചത് ആ. ഏതാ? ആ. ആ സ്വരാക്ഷരത്തിന് ചിഹ്നങ്ങൾ ഇല്ല. കാരണം അതൊരു അദൃശ്യനായ കൂട്ടുകാരൻ എന്ന് നമുക്ക് പറയാം. എന്താ? ആ ഒരു അദൃശ്യനായ കൂട്ടുകാരനാണ്. ആ എന്ന ശബ്ദം എല്ലാ അക്ഷരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ചിഹ്നങ്ങൾ ഇല്ല. പക്ഷേ ആ ഇല്ലെങ്കിൽ അക്ഷരത്തിന് പൂർണ്ണമായ ശബ്ദം കിട്ടില്ല. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞ? ആ ഇല്ലെങ്കിൽ അക്ഷരത്തിന് പൂർണ്ണമായ ശബ്ദം കിട്ടില്ല. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പൊ ഇതിന് ചിഹ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കിതാ ഇങ്ങനെ വരച്ചു. ഓക്കെ, നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം എക്സാമ്പിള്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആദ്യം നമുക്ക് നോക്കാം. ക്ക് പ്ലസ് ഇതിന്റെ കൂടെ നമുക്ക് ആ ചേർക്കാം. അപ്പൊ എന്തോ ശബ്ദം കിട്ടും? കായിന്റെ പൂർണ്ണമായ ശബ്ദം കിട്ടും. ഏതോ? ക അല്ലേ? ക്ക് പ്ലസ് ആ, ക. പക്ഷെ ആ കായിൽ എന്താ? ആ ഇല്ല, സ്വരം ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. എന്നതുകൊണ്ടല്ലേ ശബ്ദം പൂർണ്ണമായി നമ്മൾ പറയുന്നേ ക. അടുത്ത നോക്കിയാട്ടെ. ച് പ്ലസ് ആ എന്തോ ആയി? ആ ച. നമ്മൾ പൂർണ്ണമായി പറഞ്ഞില്ലേ ച. അതിന് പൂർണ്ണമായ ശബ്ദം നമുക്ക് കിട്ടിയില്ലേ? എങ്ങനെ പറഞ്ഞു? ച. അതിന്റെ ഇടയിൽ ആ ഒളിച്ചിരിപ്പുണ്ടല്ലേ? അതാ പറഞ്ഞ നമ്മൾ ആ എന്ന ചിഹ്നങ്ങളില്ല. പക്ഷെ ആ ഒരു അദൃശ്യനായ കൂട്ടുകാരനാണ് അല്ലെ? കാണുന്നില്ല, പക്ഷെ അതിന്റെ ഇടയിൽ ഉണ്ട് അല്ലെ? അതുകൊണ്ടല്ലേ ച് പ്ലസ് ആ. എന്തോ വായിച്ചു നമ്മള്? ച. അതുപോലെ നോക്കിയേ. ട് പ്ലസ് ആ എന്തുവായി? ത. ത് പ്ലസ് ആ എന്തോ വായിക്കാം? ആ ത. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത് നോക്കിയാട്ടെ. വ് പ്ലസ് ആ എന്തോ വായിക്കോ? ആ പ. നമ്മൾ പൂർണ്ണമായി പറഞ്ഞില്ല ഇവിടെ പ. അതിന് പൂർണ്ണമായ ശബ്ദം കിട്ടിയില്ല. എങ്ങനെ വായിച്ചു? പ. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ നമ്മൾ അതുപോലെ തന്നെ വായിച്ചില്ലേ? പക്ഷെ അതിന്റെ ഇടയിലൊക്കെ ആ എന്ന സ്വരം ഒളിച്ചു കിടപ്പുണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ പൂർണ്ണമായ ശബ്ദത്തിൽ തന്നെ റീഡ് ചെയ്തത്. ക ച ത ത പ. വേറെ അക്ഷരം എടുത്ത് നോക്കാം നമുക്ക്. യു പ്ലസ് ആ എന്തുവായി മാറും? കൂട്ടുകാര് പറഞ്ഞോട്ടെ. ആ യാ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇന്ന് നമ്മൾ ഇത്രേ പഠിച്ചിട്ടുള്ളൂ. ആ എന്ന സ്വരം അതിന് ചിഹ്നങ്ങളില്ല. അത് ഓരോ അക്ഷരത്തിന്റെ ഇടയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് അക്ഷരത്തിന് എന്താ? നമുക്ക് പൂർണ്ണമായ ശബ്ദം കിട്ടുന്നില്ലേ വായിക്കുമ്പോ? ക്ക് പ്ലസ് ആ ക. ച് പ്ലസ് ആ ച. ട് പ്ലസ് ആ ത. ത് പ്ലസ് ആ ത. പ് പ്ലസ് ആ പ. യ് പ്ലസ് ആ യ. ഇവിടെ നോക്കിയാട്ടെ എക്സാമ്പിള്. നമുക്ക് ചിഹ്നങ്ങളില്ലാതെ വായിക്കാം. ഇതിന്റെ ഇടയിലൊക്കെ ആ ഒളിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. നമുക്ക് വായിച്ചു നോക്കാം. കട കട. അത് അതുപോലെ തന്നെയല്ലേ ഉള്ളത്? വട വട. മല മല. തല തല. വര വര. വള വള. വല വല. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇതിന്റെ ഇടയിൽ ചിഹ്നങ്ങളൊന്നുമില്ല. അത് അതുപോലെ തന്നെ നമ്മൾ ആ ശബ്ദത്തിൽ റീഡ് ചെയ്തു. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഇന്ന് പഠിച്ചത് നമ്മൾ ആ സ്വരാക്ഷരം, അതിന് ചിഹ്നങ്ങളില്ല. നമ്മൾ അതിന് എന്താ പറഞ്ഞത്? അദൃശ്യനായ
കൂട്ടുകാരൻ അല്ലെ, കാണുന്നില്ലല്ലോ, അതുകൊണ്ട് എന്താ പറഞ്ഞത് അതിന് അദൃശ്യനായ കൂട്ടുകാരൻ. അത് അക്ഷരത്തിന്റെ ഓരോ അക്ഷരത്തിന്റെ ഇടയിൽ ഒളിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് അതിന് ചിഹ്നങ്ങൾ ഇല്ല. പക്ഷേ ആ സ്വരാക്ഷരം ഉണ്ടെങ്കിലേ അക്ഷരത്തിന് പൂർണ്ണമായ ശബ്ദം കിട്ടൂ അല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത സ്വരാക്ഷരത്തിന്റെ ചിഹ്നങ്ങൾ പഠിക്കാം. ബൈ.